ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ഫ്ലോർ മാറ്റം ഒരെണ്ണം വയ്ക്കുക. അത്രയാണ് മെയിനായിട്ട് പറഞ്ഞത്. ഓൾറെഡി വണ്ടി ബുക്ക് ചെയ്ത് വന്ന വണ്ടിയാണ്, ബുക്കിംഗ് കയറിയതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 60,769 കിലോമീറ്റർ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. ജനറൽ സർവീസ് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഫുൾ ചെക്കപ്പ്, ക്ലച്ച് ഗ്രീസിങ് അടക്കം നമുക്ക് ജനറൽ സർവീസിൽ വരുന്നുണ്ട്. നമുക്ക് ബാക്ക് ടൈലൈറ്റ് ബൾബ്, ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് ബൾബ് ഒരെണ്ണം തെളിയുന്നില്ല. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ തീരെ തീർന്ന് നടക്കണം കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോളാം. തീരെ മോശാവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇടണ സമയത്ത് ഇതേപോലത്തെ ടയർ ഇടാതിരിക്കാം. MRF തന്നെ, MRF അല്ലെങ്കിൽ അപ്പോളോ കമ്പനി വന്ന മോഡൽ സാപ്പർ മോഡൽ ടയർ കിട്ടും. അത് മേടിച്ചിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് മാറ്റുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ഡിസ്കേപ്പായിട്ട് ബാക്കിലേക്ക് ഇടാം, പുതിയ ടയർ ഫ്രണ്ടിലിടാം. കാരണം എന്താ വെച്ചാൽ വണ്ടി ഓടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് വെട്ടൽ കാണിക്കുന്നുണ്ട്. ആ ഒരു കംപ്ലയിൻറ്റ് അങ്ങോട്ട് മാറിപ്പോക്കോളും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേ സൈസാണ് നമുക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ നോക്കിയാൽ അറിയാം, അതേപോലത്തെ ടയർ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അത് കമ്പനി മോഡൽ, അതായത് ഒന്നോല അപ്പോളോ, സിയറ്റ്, MRF ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ. MRF കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇടണതാണ് കുറച്ചുകൂടി ബെറ്റർ. ടയർ തീർന്നേക്കണതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ബാക്ക് നമ്മൾ ബ്രേക്കിൻ്റെ കേസ് നമ്മൾ നോക്കി, ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ലൈനർ തന്നെ യൂസ് ചെയ്യാം. നമുക്ക് പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് കമ്പനി ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഞാൻ നമുക്കിത് ഒരയുമ്പോൾ തന്നെ പൊടിയുടെ പ്രോബ്ലം കൊണ്ട് തന്നെ ഹബിന് തേയ്മാനം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ മോഡൽ യൂസ് ചെയ്യുന്നത് നല്ലത് എന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ഡേറ്റ് അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയർ ബോക്സിൽ തന്നെ ഓയിൽ നോക്കി, നല്ല ഓയിലാണ് ഗിയർ ബോക്സിൽ കിടക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. വലിയ പഴക്കമായിട്ടില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും, തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ക്ലച്ച് ഗ്രീസ് ചെയ്യണം, അതിനൊക്കെ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, അത് കൈയോടെ തന്നെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റിയിടാം. പിന്നെ ബെൽറ്റ്, ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിൻ്റെ ഉള്ളിലുണ്ടാക്കുക, നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനമുള്ളൂ. സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷുണ്ട്, അത് നമുക്ക് ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചു കൊടുക്കുക. കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഭാഗം അടിച്ച് കുറേ കഴിയുമ്പോൾ പൊട്ടും. അപ്പോൾ ആ ഒരു സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിക്കളയാം കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് 2 ദിവസം കൂടി ഓടിയെങ്കിൽ ഉറപ്പായിട്ടും ബെൽറ്റ് പൊട്ടി വഴിയൊക്കെ എടുക്കുന്ന സിറ്റുവേഷനിലാണ് ഓടിക്കൊണ്ടിരുന്നത്. കാരണം ഇതാണ് അവസ്ഥ കേട്ടോ, ഫുള്ള് പൊളിഞ്ഞ ഒരു അവസ്ഥയിൽ നിൽക്കണേ. താമസിയായിട്ട് തന്നെ കിട്ടുമായിരുന്നു, പടി കിട്ടുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബെൽറ്റ് മാറ്റി കളയാം. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വന്ന ഈ റോളർ, പിന്ന് കാര്യങ്ങളൊക്കെ തേയ്മാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് ആ പിന്ന് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ഈ വീല് കാര്യമായിട്ടുള്ള കംപ്ലയിൻസിൽ പോണേക്കാളും മുമ്പ് നമുക്ക് ആ വീല് മാറ്റിയിടാണെങ്കിൽ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ റോളർ, പിന്നും കാര്യങ്ങളും മാറ്റി നമ്മൾ ക്ലച്ച് യൂണിറ്റ് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്ലച്ച് വെയിറ്റ് വരുന്ന ഭാഗത്ത് തന്നെ ഈ റബ്ബർ ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാറ്റിയിടാം. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ലീക്കല്ല, താഴേക്ക് ചെറുതായിട്ട് ചാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് കവർ അയച്ചിട്ട് ഹെഡ് കവർ ഗ്യാസ്കറ്റും അതിന് മൗണ്ട് റബ്ബറും മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്, ഈ ഭാഗത്തായിട്ട് വരാം. അതൊരു സ്പോഞ്ച് ടൈപ്പാണ്, അത് മൊത്തം പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. കാരണം കാർബറേറ്ററുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻ്റാണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 എന്ന് പറയുന്ന പെട്രോളാണ്. അത് ഉപയോഗിക്കുന്ന വണ്ടികൾ, ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻ്റാണ്. നിലവിൽ ആ പെട്രോളാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടണുള്ളൂ. ഇപ്പോൾ വന്ന വണ്ടികൾ ഒരു 10 വണ്ടി വരാണെങ്കിൽ അതിൻ്റെ 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റാണ്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ, മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ്, റണ്ണിങ്ങിൽ ഓഫായി പോവാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് ഇല്ലാത്ത വണ്ടികളില്ല. നിലവിൽ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഇല്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ ഇന്ന് കാണിക്കാം, നാളെ കാണിക്കാം, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കാണിക്കാം. കംപ്ലയിൻറ്റ് വരുമെന്നുള്ള ദിവസം 100% ഉറപ്പാണ്. അത് എപ്പോൾ കിട്ടുമെന്നുള്ള ദിവസം നോക്കിയാൽ മതി. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ അത് ഒന്നും അഴിക്കണില്ല. കാരണം കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട കേസാണ്. പിന്നെ കാർബറേറ്റർ ഇപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ തൽക്കാലം തൊടണ്ട. കംപ്ലയിൻറ്റ് വരുമെന്നുള്ള ദിവസം 100% ഉറപ്പാണ്. അത് എന്ന് കിട്ടുമെന്നുള്ള ദിവസം നോക്കിയാൽ മതി. അപ്പോൾ ഓർമ്മയിൽ വെച്ചേക്കാം, E20 പെട്രോളിൻ്റെ ഉപയോഗം മൂലം വരുന്ന കംപ്ലയിൻ്റ് ആണ്. അത് നമ്മുടെ വണ്ടിക്ക് മാത്രമല്ല, ഇപ്പോൾ പഴയ മോഡൽ കാർബറേറ്റർ, അതായത് 2023 മുമ്പുള്ള എല്ലാ വണ്ടിയുടെയും ഫേസ് ചെയ്യുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്. ഓവർഫ്ലോ, മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് വരുന്ന കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളിപ്പോൾ അഴിക്കണില്ല, എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം.
പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്തിടണം. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷ് നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിങ്ക് ബുഷും ഗ്രീൻ ബുഷും മാറ്റിയിടാം. അപ്പോഴാണ് നമുക്ക് ആ ഫ്രണ്ട് ശരിക്കും ഈ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വന്ന വണ്ടിക്കാണ് അത്രയും ഷിവറിങ് ഫ്രണ്ട് സൈഡിൽ നിന്ന് വരാം. ഇപ്പോൾ ഇത് റെഡിയാക്കി ഇടാം. എന്നാലും 100% വെട്ടലിൻ്റെ കേസ് മാറില്ല. വെട്ടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 40 കിലോമീറ്റർ വേഗതയിൽ പോയിട്ട് ജസ്റ്റ് ഹാൻഡിൽ മേന്ന് കൈ റിലീസ് ചെയ്യുകയാണെങ്കിൽ അറിയാനായിട്ട് പറ്റും നല്ല ഷിവറിങ് ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അത് ഈ ഫ്രണ്ട് ടയറിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോൾ തന്നെ പ്രശ്നമാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നില്ല, പക്ഷേ ടയർ മാറ്റിയിട്ടാൽ ഞാൻ കംപ്ലൈൻറ്റ് മാറും. ബാക്കിലത്തെ ടയർ തീർന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഡിസ്ക് ആ 4 നട്ട് അഴിച്ചാൽ നേരെ ബാക്കിലേക്ക് ഇടാം. ബാക്കിലത്തെ ഡിസ്കുമ്മേ പുതിയ ടയർ ഇട്ടിട്ട് നേരെ ഫ്രണ്ടിലിടാം. അപ്പോൾ ആ കംപ്ലൈൻറ്റോടെ മാറിക്കോളും, വണ്ടി ഓടിക്കാൻ സ്മൂത്താവും. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി ഇടുക. പിന്നെ ബാറ്ററിയൊക്കെ നമുക്കിത് ഇരിക്കുന്നത് പുതിയ ബാറ്ററി 2025 ബാറ്ററി, ആമറോണിൻ്റെ ബാറ്ററി, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ആ സ്വിച്ചുകളൊക്കെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി ഇടാം. ബ്രേക്കിൻ്റെ കേബിളുകൾ, ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ഇതുമ്പോൾ കിടക്കണ പ്ലഗ് ഉണ്ടല്ലോ, ഈ പ്ലഗ് ഇടയ്ക്കപ്പോഴും മാറ്റിയിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്ലഗ് അല്ല ഈ വണ്ടിക്ക് ഇട്ടേക്കണേ. ഈ വണ്ടിയുടെ പ്ലഗ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി നീട്ടം വരും. അപ്പോൾ ഇത് പഴയ മോഡൽ സ്പ്ലെൻഡർ മോഡൽ വണ്ടിക്കൊക്കെ വന്ന പ്ലഗാണ് ഈ കിടക്കുന്നത്, പഴയ ആക്റ്റീവ സ്പ്ലെൻഡർ മോഡൽ വണ്ടിക്ക് വന്നത്. അപ്പോൾ ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ പുതിയ പ്ലഗ്, ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്ലഗ് കുറച്ചുകൂടി നീട്ടമുള്ള പ്ലഗ്ഗാണ്. ആ പ്ലഗ് ഇടാനായിട്ട് നോക്കിയാൽ നടക്കില്ല. കാരണം ഞാൻ ബാലൻസ് ഇപ്പോൾ ഇതിന് കുറച്ചുകൂടി നീട്ടമുണ്ടല്ലോ, ആ ഹെഡിനകത്ത് ആ ത്രെഡിൻ്റെ ഭാഗം മൊത്തം കരി കയറിയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലഗ് ഇടൽ നടക്കില്ല. തൽക്കാലം ഈ പ്ലഗ് തന്നെ ഇടാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കരി കാർബൺ കൂടുതലായിട്ട് വരും. ഫയറിങ്ങിൻ്റെ പോർഷൻ്റെ ആ ഹോള് ചെറുതായിക്കൊണ്ടിരിക്കും. അതങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിലവിൽ. അപ്പോൾ തൽക്കാലം മാറ്റിയിടൽ നടക്കില്ല. ഇത് തന്നെ നമുക്ക് നിലവിലിടാം. പ്ലഗ് മാറ്റി ഇട്ടപ്പോൾ ഈ ചെറിയ പ്ലഗ് ഇട്ടേക്കണത് കേട്ടോ, അതുകൊണ്ട് വന്നേക്കണ മിസ്റ്റേക്കാണ്. അത് തൽക്കാലം ഓടിക്കാം. പിന്നെ എപ്പോഴെങ്കിലും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം കഴിക്കുന്ന സമയത്തിന് ത്രെഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളിത് ഇടാനായിട്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു. ഓയിൽ മാറ്റേണ്ട ടൈമാണ്. ഓയിൽ ചേഞ്ച് കൂടി കൂട്ടത്തികളും നടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അപ്പോൾ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. എഞ്ചിൻ ഓയിൽ പറയുമ്പോൾ ഓയിൽ ബോൾട്ട് വാഷും ഓറിങ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ പൊടിഞ്ഞു പോയ ഫിൽറ്റർ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രീൻ ബുഷ്, ലിങ്ക് ബുഷ്, 2 ബുഷുകൾ കംപ്ലൈൻറ്റ് അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് പിന്നെ ഉള്ളത് ക്ലച്ചിനകത്താണ് മെയിനായിട്ടുള്ളത്. ബെൽറ്റ്, അതേപോലെ തന്നെ ഒരു ഓയിൽ സീൽ പോയിട്ടുണ്ട്. ആ ക്ലച്ചിൻ്റെ റോളർ, റബ്ബർ കാര്യങ്ങൾ മാറ്റാനുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ കവർ ഗ്യാസ്കറ്റും മൗണ്ട് റബ്ബർ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ചെയ്യേണ്ട കേസ് കേട്ടോ. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 1:30-2 മണിയൊക്കെ ആവട്ടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ മാക്സിമം നേരത്തെ ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്കതനുസരിച്ച് ചെയ്യാൻ തരും കേട്ടോ.